എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അവർക്ക് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ നല്ലൊരു ക്രിസ്പി പലഹാരം കൂടിയാണ്. എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടമാകും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു ക്രിസ്പി പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചായപ്പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ശർക്കര ഇപ്പോൾ നല്ല പോലെ തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര പാനി അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കര പാനി പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ശർക്കര പാനിയിലേക്ക് 1.5 കപ്പ് അളവില് ഗോതമ്പ് പൊടി ചേർക്കാം. നല്ല തിളച്ച ചൂടോടുകൂടി തന്നെയാണ് നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് പൊടി ചേർക്കേണ്ടതും. നിങ്ങൾ ഏതു പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെയായിരിക്കണം മറ്റുള്ള ചേരുവകളും കൂടെ എടുക്കേണ്ടതും. ഇനി 1/4 കപ്പ് അളവില് റവ ചേർക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. ഒരു പിഞ്ച് അളവിൽ തന്നെ സോഡാപ്പൊടി കൂടെ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ അളവില് ഏലക്കപ്പൊടി, 2 ടീസ്പൂൺ അളവില് നെയ്യും കൂടെ ചേർക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോ എടുത്തിട്ടുള്ള 300 ഗ്രാം ശർക്കര ഈ ഒരു പൊടിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ്. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള പൊടി അല്പം ലൂസായിട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർക്കാം. അങ്ങനെ 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു മാവ് ഒന്ന് കട്ടിയായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അല്പം ലൂസായി പോയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മാവ് ഈ ഒരു രീതിയിലേക്ക് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നെയ്യ് പുരട്ടി ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അരമണിക്കൂർ നേരത്തേക്ക് മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയും കൂടി എടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് കുഴച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ മാവിനെ ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് മാറ്റാം. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ടാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. ആദ്യ ബോള് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ എല്ലാ ബോളും നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാ ബോളും ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോളിനെ കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബോളെല്ലാം ഷേപ്പ് ആക്കി എടുക്കാം. അങ്ങനെ എല്ലാ പലഹാരത്തിന്റെ മേലെയും ഞാൻ ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം ഒന്ന് വറുത്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബോളും എണ്ണയിലേക്ക് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ആദ്യം പലഹാരം വറുക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ പലഹാരം ഒന്ന് പതിയെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ മുരിഞ്ഞു കിട്ടണം. അതിനായിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി നല്ലോണം ഒന്ന് മുരിഞ്ഞു വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മുറിയിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞു കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പലഹാരം മുരിയിച്ചെടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കരുത്. ഇപ്പോൾ നമ്മുടെ പലഹാരം നല്ലോണം തന്നെ മുരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പലഹാരം പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അടുത്തതും ഇതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും ഞാനിവിടെ മുരിയിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഓരോന്നും പൊട്ടിപ്പോകാതെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും ഇവിടെ നല്ലതുപോലെ മുരിവായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം മുരിയിച്ചെടുക്കാം. അങ്ങനെ എല്ലാ പലഹാരവും ഞാനിവിടെ ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് നമുക്ക് ഈ പലഹാരം കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ള കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഒന്ന് തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.